പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഉണ്ടാവാത്ത വിധമുള്ള കടുത്ത ആക്രമണമാണ് ഗൾഫിനുമേൽ ഇന്ന് ഇറാന്റെ ഭാഗത്തു നിന്ന് നടത്തിയത്. അനിഷ്ട സംഭവങ്ങളിൽ കുവൈറ്റിലെ വിമാനത്താവളത്തിൻ്റെ ടെർമിനൽ 1-ൽ ഒരു ഇന്ത്യൻ യാത്രക്കാരൻ കൊല്ലപ്പെടുകയും 63 പേർക്ക് പരിക്ക് പറ്റിയെന്ന റിപ്പോർട്ട് വൈകുന്നേരത്തോടെ വരികയുമാണ്. ഇന്ന് വെളുപ്പിന് തന്നെ ഈ ആക്രമണ വാർത്ത പുറത്തു വന്നതാണ്. എന്താണ് പെട്ടെന്നുണ്ടായ പ്രകോപനം? ഇങ്ങനെ കുവൈറ്റിനുമേൽ, ബഹ്റൈനുമേൽ, അവിടുത്തെ US സൈനിക കേന്ദ്രങ്ങൾക്ക് മേൽ ആക്രമണം നടന്നതിൻ്റെ കാരണമായി പറയപ്പെടുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഇറാന്റെ ഭാഗമായിട്ടുള്ള ഖാർഗ് ഐലൻഡ് പ്രദേശത്തേക്ക് ഒരു ബൊസ്വാന പതാക കെട്ടിയ കപ്പൽ പോകുമ്പോൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിൽ നിന്ന്, ആ ബ്ലോക്കേഡിന്റെ സ്ഥലത്ത് നിന്ന് മിസൈലുകൾ അതിലേക്ക് വർഷിച്ചെന്നും നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും ഒരു ആരോപണം. രണ്ടാമത്തേത്, കിഷം ഐലൻഡ്, ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലമാണല്ലോ കിഷം ഐലൻഡ്. അവിടേക്ക് അതിശക്തമായ ആക്രമണം സ്വയം രക്ഷയ്ക്കെന്ന പേരിൽ അമേരിക്കൻ സൈന്യം നടത്തി. അതിനെ ചുറ്റിപ്പറ്റിയാണ് വീണ്ടും പ്രത്യാക്രമണം എന്ന രൂപത്തിൽ ഇറാൻ നടത്തിയത് എന്നും പറഞ്ഞു കേൾക്കുകയാണ്. ഏതായാലും ഒരു ഇന്ത്യക്കാരൻ മരണമടയുകയും 63 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്ത സംഭവം കുവൈറ്റിൽ ഉണ്ടാവുകയും ഇപ്പോൾ കുവൈറ്റിൽ ഭാഗികമായിട്ട് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനമൊക്കെ നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കുവൈറ്റ് എയർവേസ് അടക്കം പല വിമാനങ്ങളും റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ഇൻഡിഗോ ഇപ്പോൾ സർവീസുകളെല്ലാം തന്നെ നിർത്തിവെച്ചതായി അറിയിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ ഇറാൻ എംബസിയിൽ നിന്ന് 2 ഉദ്യോഗസ്ഥരെ ഏതായാലും ഇവിടെ വേണ്ട 24 മണിക്കൂറിനിടയിൽ രാജ്യം വിട്ടുകൊള്ളണം എന്ന് പറഞ്ഞ് അന്ത്യശാസനം കൊടുത്തവരെ പുറത്താക്കിയിരിക്കുകയാണ്. ശക്തമായ നടപടിയിലേക്ക് കുവൈറ്റ് തിരിഞ്ഞിരിക്കുകയാണ്. ഇറാനിയൻ എംബസി ഓഫീസിലേക്ക് പ്രതിഷേധക്കുറിപ്പും കുവൈറ്റ് കൊടുത്തയച്ചിട്ടുണ്ട്. ഈ മിസൈൽ ആക്രമണം, 17 ഡ്രോണുകളും 13 മിസൈലുകളും, ഇതൊക്കെ വരികയും പ്രതിരോധിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ ചില ആളുകൾ പകർത്തി. അങ്ങനെ പകർത്തിയ ഒരാളെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടിൽ പറയുകയാണ്. ബഹ്റിനിലും ഇന്ന് വെളുപ്പിന് എമർജൻസി സൈറൻ മുഴങ്ങുകയും ആളുകളൊക്കെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്ന നിർദ്ദേശം നൽകുകയുണ്ടായി. അമേരിക്കൻ സൈന്യത്തിന് ഇറാനുമേൽ ആക്രമണം നടത്താൻ വേണ്ടി കുവൈറ്റും ബഹ്റൈനും സ്ഥലം കൊടുത്തു, അവസരം കൊടുത്തു. അതിൻ്റെ പേരിലാണ് തങ്ങൾ തിരിച്ചാക്രമിക്കുന്നത് എന്ന് ഇറാൻ വ്യക്തമാക്കിയതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യം ചെയ്തു കൊടുത്തിട്ടില്ലെന്ന് കുവൈറ്റും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ഇന്ന് വെളുപ്പിന് നടത്തിയ ആക്രമണത്തെ ഗൾഫ് രാഷ്ട്രങ്ങളും അറബ് രാഷ്ട്രങ്ങളും എല്ലാം ശക്തമായി അപലപിച്ചിരിക്കുകയാണ്. ഒപ്പം ഇറാന്റെ ഗാർഡിന്റെ ഭാഗമായിട്ടുള്ള IRGCയുടെ ഭാഗമായിട്ടുള്ള 15 പേരെ ബഹ്റൈൻ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചാരപ്രവർത്തനം, അതാണ് ലക്ഷ്യം. അങ്ങനെയുള്ള ആളുകളെയൊക്കെ കർശനമായി നിരീക്ഷിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ഒരു വശത്ത് ഈ ആക്രമണങ്ങളുടെ കാര്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ സംഭാഷണ ശകലങ്ങൾ ട്രംപിന്റെ അക്കൗണ്ടിലാണ്. ന്യൂയോർക്ക് പോസ്റ്റിന് കൊടുത്തിരിക്കുന്ന ഒരു പോഡ്കാസ്റ്റിലൂടെ 3-4 കാര്യങ്ങൾ ട്രംപ് പറഞ്ഞത് വലിയ വാർത്താ പ്രാധാന്യം കൈവരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, വൈറ്റ് ഹൗസിൽ വെച്ച് ഫോണിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി ട്രംപ് സംസാരിച്ചപ്പോൾ മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിച്ചെന്നും വളരെ ശക്തമായ ഭാഷയിൽ നെതന്യാഹുവിനെ വിമർശിച്ചെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? 2 ദിവസം മുമ്പാണല്ലോ ഇങ്ങനെ ഒരു സംഭാഷണം നടന്നത്. വല്ല വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെ, ഞാൻ അങ്ങനെ ചെയ്തു, അങ്ങനെ പറഞ്ഞു. കാരണം ലെബനോന്റെ വിഷയത്തിൽ ഇസ്രായേൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ശരിയല്ല, യുദ്ധം നിർത്തിവെക്കണമെന്ന രൂപത്തിൽ ട്രംപ് ഉപദേശവും നിർദ്ദേശവും കൊടുത്തിട്ടും ബെന്യാമിൻ നെതന്യാഹുവും ഇസ്രായേലും അക്കാര്യം ചെവിക്കൊള്ളാതെ പോകുന്നതിലെ അമർഷം താൻ രേഖപ്പെടുത്തിയെന്നാണ് ട്രംപ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ ജയിലിലാകുമായിരുന്ന ബെന്യാമിൻ നെതന്യാഹുവിനെ താൻ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്ന കാര്യം ഓർമ്മ വേണം എന്നത് ഓർമ്മിപ്പിച്ചു കൊടുത്തു എന്നും ട്രംപ് പറയുകയാണ്. എന്നും തന്റെ സ്നേഹിതനാണ് ബെന്യാമിൻ നെതന്യാഹു എന്നും ബീബി എന്ന ഓമന പേരിലാണ് താൻ നെതന്യാഹുവിനെ വിളിക്കുന്നതെന്നും ബീബി ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പല പ്രാവശ്യം ഉപദേശിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയതാണെന്നും ട്രംപ് പറയുന്നുണ്ട് ന്യൂയോർക്ക് പോസ്റ്റിനോട്. എന്നാൽ ഇതേക്കുറിച്ച് ട്രംപ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഇസ്രയേലി മാധ്യമങ്ങൾ കമാന്ന് മിണ്ടിയിട്ടില്ല എന്നും ഇന്നത്തെ റിപ്പോർട്ടുകൾ പറയുകയാണ്. മാത്രമല്ല, ന്യൂയോർക്ക് പോസ്റ്റിനോട് ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം, ഇപ്പോൾ ചർച്ചകളൊക്കെ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്ന ഘട്ടത്തിലും ഇറാന്റെ പരമോന്നത മേധാവി മൊജ്തബയുമായിട്ട് നേരിട്ട് ട്രംപ് സംസാരിക്കുകയാണ്, അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മൊജ്തബ ഖാമിനിയുമായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തൂ എന്ന് ട്രംപ് വിശ്വസിക്കുന്നതായും ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. പിന്നൊരു കാര്യം കൂടി പറഞ്ഞു. മുമ്പ് പറഞ്ഞതുപോലെയോ മറ്റു പലരും കരുതുന്നത് പോലെയോ ഈ ഗ്രൗണ്ട് ഫോഴ്സ് ഇപ്പോൾ ഇറാനിലേക്ക് പോയിട്ട് ഒരു കരയുദ്ധത്തിൻ്റെ സാഹചര്യമില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ കാൽപ്പട്ടാളം അങ്ങോട്ട് പോകുന്നില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്.
ഇതിലൊക്കെ പല ആശയക്കുഴപ്പവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്കുണ്ടാകും. മധ്യസ്ഥന്മാരെ ഇപ്പോൾ കാണാനില്ല. ചർച്ച നടക്കുന്നുണ്ടോ അറിയാൻ വയ്യ. ആരെങ്കിലും ഇടപെടുന്നുണ്ടോ കേട്ടുകേൾവിയില്ല. യുദ്ധം നിൽക്കുന്നുണ്ടോ അതുമില്ല. വെടിനിർത്തലുണ്ടോ പ്രാബല്യത്തിലുണ്ട്. നടപ്പാക്കുന്നുണ്ടോ അതില്ല. ഇങ്ങനെ ആശയക്കുഴപ്പങ്ങളും പരസ്പര വിരുദ്ധവുമായ കാര്യങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കവേ ഈ പറയുന്ന നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങളിലൊക്കെ എത്രയാണ് വാസ്തവം, എവിടെയാണ് വാസ്തവം എന്നത് ലോകം അക്ഷരാർത്ഥത്തിൽ ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര സാഹചര്യം ഇങ്ങനെയൊക്കെ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, സത്യം ചികഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മലയാളികളിൽ നല്ലൊരു ഭാഗം ഈ ഗൾഫിൽ, ഈ UAE-യിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വാർത്തകളിലൂടെ അറിയുന്നുണ്ടല്ലോ. പുറത്തിറങ്ങി നടക്കാൻ ഒരുപക്ഷെ നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്പരം പഴിചാരിയും തെറിവിളിച്ചും നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പറയാൻ അറയ്ക്കുന്ന വാക്കുകൾ കൊണ്ട് പരസ്പരം അഭിഷേകം ചെയ്തും ഇവർ വാശി കൂട്ടി മറ്റുള്ളവരുടെ മുന്നിൽ നമ്മുടെ വില സ്വയം ഇടിച്ചു കളയുന്ന പ്രവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നത് സങ്കടകരമായ കാര്യമാണ്. പറയാൻ തന്നെ ലജ്ജാവഹമായ കാര്യമായി മാറിയിരിക്കുന്നു. അതിൻ്റെ പരിണതി എന്ന രൂപത്തിൽ ഷാർജയിൽ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ സംഭവിച്ചത്, ഒരാൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റു പലരെയും വെല്ലുവിളിക്കുന്നു. അവരൊക്കെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് നേരിട്ട് കാണാമെന്ന് പറയുന്നു. എങ്കിൽ പിന്നെ നമ്മൾ നാട്ടിലെ ചന്തപ്രദേശങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു കേട്ട പോലെ അങ്ങാടിയിൽ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വരുന്നു. ഷാർജ അൽനഹദ പാർക്കിൻ്റെ അടുത്ത് വെച്ച് അവർ കണ്ടുമുട്ടുന്നു, കൂട്ടിമുട്ടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയാകുന്നു. അവിടെ വെച്ച് ഒരാളെ മറ്റു പലരും ചേർന്ന് കൈകാര്യം ചെയ്യുന്നു. അയാൾ മരണത്തിന് കീഴടങ്ങുന്നു. ഏതായാലും കണ്ണൂർ സ്വദേശിയായ ഇസ്മായിൽ പൊന്നൻ ഇബ്രാഹിംകുട്ടി എന്ന ടിക്ടോക്ക് ഇൻഫ്ലുവൻസർ കൊല്ലപ്പെടുകയാണ്. ഞായറാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ആക്രമിക്കാൻ വന്ന ഒരു സംഘം ആളുകൾ, അതിൽ 5 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് റിപ്പോർട്ടുണ്ട്. കുറച്ചുപേരെ കൂടി കിട്ടാനുണ്ട് എന്ന് പോലീസ് സൂചിപ്പിച്ചതായി വിവരം കിട്ടിയിട്ടുണ്ട്. ഏതായാലും 8 മണിക്ക് ആക്രമണമുണ്ടായി. കണ്ടുനിന്ന ഒരുപാട് ആളുകൾ പോലീസിനെ വിളിച്ചു. പോലീസ് എത്തുമ്പോൾ 8:45 ഇദ്ദേഹത്തെ ആശുപത്രിയിലാക്കി. ആശുപത്രിയിൽ വെച്ച് ഇസ്മായിൽ മരണമടഞ്ഞു എന്നാണ് അറിയുന്നത്. ഇങ്ങനെയൊക്കെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഈ ഗൾഫിൽ ഇപ്പോൾ മലയാളികൾ സാമൂഹിക മാധ്യമങ്ങളുടെ പരസ്പര വെല്ലുവിളികൾക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവർക്കും ലജ്ജാകരമായ കാര്യമാണ്. കഴിഞ്ഞ 50-60 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ മലയാളികളിവിടെ അഭിമാനകരമായിട്ട് ലോകത്തിന് മുഴുവനും മാതൃക കാണിച്ചുകൊണ്ട് കഠിനമായി അധ്വാനിക്കുന്നവരെന്ന് പേര് സമ്പാദിച്ചുകൊണ്ട് അവനവൻ്റെ നാട്ടിലേക്ക് കാശയച്ചും കുടുംബങ്ങളെ സംരക്ഷിച്ചും കൊണ്ടുപോകുന്ന, ഒരുപാട് കഷ്ടപ്പെടുന്ന, അതേസമയം ഉന്നതിയിലെത്തി നിൽക്കുന്ന ചിത്രം സമ്മാനിച്ച നമ്മളാണ് ഇങ്ങനെ തെരുവീഥികളിൽ വെച്ച് ആക്രമണം നടത്തുകയും അതിന് വിധേയമായി മരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നത് എന്ന കാര്യം കൂടി മറുവശമായി ഓർമ്മ വേണം. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള ഇത്തരം ഗെയിമിങ്ങുകളും വെല്ലുവിളികളും ഭീഷണികളും തെറിപറച്ചിലും അവസാനിപ്പിക്കാനുള്ള സമഗ്രമായ കാര്യങ്ങളൊക്കെ വരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങണം. അറബിക് പുതുവത്സരം പ്രമാണിച്ച് ജൂൺ 15 അവധിയായിരിക്കും സ്വകാര്യ മേഖലയ്ക്കും എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.